ജയ് ജീസു. ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ എന്ന് പറഞ്ഞ രൂപതയിൽ നിന്നാണ് ഞങ്ങൾ വരിക. ഞാനവിടെ ഇറ്റാനഗറിൽ 6 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പാരീഷിൽ നിന്നുള്ള യൂത്താണ്. ഞങ്ങൾ ഫിയാത്ത് മിഷൻ്റെ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ അരുണാചൽ പ്രദേശിലെ ഞങ്ങളുടെ ഇറ്റാനഗർ രൂപത 2005 ഇറ്റാനഗർ രൂപതയാവുക. അതിനു മുൻപ് തെസ്പൂർ രൂപതയുടെ ഭാഗമായിരുന്നു. ജോൺ തോമസ് പിതാവ് 2005 തൊട്ട് 2023 വരെ ഞങ്ങളുടെ പിതാവായിരുന്നു. ഇപ്പോൾ ബിഷപ്പ് ബെന്നി എടത്തട്ടയിലാണ് ഞങ്ങളുടെ രൂപതയെ നയിക്കുക. ഇറ്റാനഗർ രൂപത ഏകദേശം 53ഓളം ഇടവകകളും ഒപ്പം 500ഓളം ചെറിയ വില്ലേജ് പള്ളികളും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ഒരു പാരീഷ് സെറ്റപ്പ് അല്ല. കാരണം ഒരു പാരീഷിന് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ചുറ്റളവാണ്. ആളുകൾ പല സ്ഥലത്തായിട്ട് സ്കാറ്റേഡ് ആണ്. ഓരോ വിശ്വാസ സമൂഹം ഒരു 10 കിലോമീറ്റർ അപ്പുറം 20 വീടുകളുണ്ടെങ്കിൽ 20 കിലോമീറ്റർ അപ്പുറത്തെ ഒരു 40 വീടുകൾ, അങ്ങനെ പലതായിട്ട് സ്കാറ്റേഡ് ആണ്. അതുകൊണ്ട് എല്ലാ ഇടവുകളോടും ചേർന്നുകൊണ്ട് 10 പള്ളികൾ അല്ലെങ്കിൽ 20 വില്ലേജ് പള്ളികൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വില്ലേജ് പള്ളികൾ ഏകദേശം 500ഓളം വില്ലേജ് പള്ളികൾ ഈ 53 ഇടവകയുടെ കീഴിലായിട്ടുണ്ട്. ഏകദേശം 90,000 ഫെയ്ത്ത്ഫുൾ നമ്മുടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച 90,000ഓളം ആളുകളാണ് നമ്മുടെ ഇറ്റാനഗർ രൂപതയിലുള്ളത്. ഏകദേശം 40-45 വർഷത്തോളം ആയതേ ഉള്ളൂ അരുണാചൽ പ്രദേശിലെ ആളുകൾ സുവിശേഷം സ്വീകരിച്ചിട്ടും വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടും. കാരണം അതിനു മുൻപ് ആസാമിലും മണിപ്പൂരിലും നാഗാലാൻഡിലും ഒക്കെ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ അരുണാചലിലേക്ക് കയറാനായിട്ട് നമുക്ക് അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് അരുണാചലുകാർ ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 40-45 വർഷങ്ങൾക്ക് മാത്രമേ ഉള്ളായിട്ടുള്ള ഒരു വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളൂ. എങ്കിലും വിശ്വാസം ഒത്തിരി ഹൃദയത്തോട് സ്വീകരിക്കുന്നവരും ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നവരുമാണ് അരുണാചലിലെ വിശ്വാസികൾ. അപ്പോൾ അരുണാചൽ നമ്മുടെ ഇറ്റാനഗർ രൂപതയുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുക ഇവാഞ്ചലൈസേഷനാണ്. ഇപ്പോഴും വിശ്വാസം പകർന്ന് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇനിയും ഒരുപാട് വില്ലേജുകളുണ്ട് വിശ്വാസം എത്തുവാനായിട്ട്. അതുകൊണ്ട് അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ഒപ്പം ഒരുപാട് അൽമായർ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി വന്ന് വില്ലേജുകളിൽ താമസിച്ചുകൊണ്ട് ആളുകളുടെ ഇടയ്ക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുകയാണ്. നമുക്കറിയാം, യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയകൾ, ഇൻറ്റീരിയറായിട്ടുള്ള ഏരിയകളുണ്ട്, വണ്ടി പോകാത്ത ഏരിയകളുണ്ട്, അങ്ങനെ ദുർഘടമായിട്ടുള്ള ഏരിയകളുണ്ട്. അതുകൊണ്ട് റീച്ച് ഔട്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏകദേശം 100ഓളം ട്രൈബുകളും സബ് ട്രൈബുകളും കൂടി 100ഓളം ട്രൈബും സബ് ട്രൈബുമാണുള്ളത്. അതുകൊണ്ട് ലാംഗ്വേജിൻ്റെ ബരിയറുണ്ട്. കോമൺ ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിലും ആളുകൾക്ക് അവരുടെ ഭാഷയിൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണല്ലോ കൂടുതലായിട്ട് ഹൃദയസ്ഥമാവുക. അതുകൊണ്ട് ലാംഗ്വേജിൻ്റെ ഒരു ബാരിയറുണ്ട്. എങ്കിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങളും കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. അരുണാചലിൻ്റെ സഭയുടെ വളർച്ച അതായിരുന്നു. സാധാരണ സ്കൂൾ സ്റ്റുഡൻസ് ആണ് ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് ആസാമിൽ നിന്ന് അരുണാചലിലേക്ക് പോയത്. അവരവരുടെ കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പങ്കുവെച്ചു. അവർ ഈശോയെക്കുറിച്ച് കേട്ട് അവർ തിരിച്ച് ആസാമിൽ വന്ന് അവർ വിശ്വാസം സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ട് അവർ തിരിച്ചുപോയി. അവർ മിഷണറിമാരായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ സമറിയാക്കാരി സ്ത്രീ എപ്രകാരം ഈശോയെ അറിഞ്ഞ് അവൾ വിശ്വാസം സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ഈ സ്റ്റുഡൻസ് ഈശോയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവരവരുടെ വില്ലേജിൽ പോയി ഈശോയെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ മറ്റുള്ളവർ വിശ്വാസികളായിട്ട് മാറി. അതുകൊണ്ട് സ്റ്റുഡൻസ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഇവാഞ്ചലൈസേഴ്സ്. അരുണാചലിൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കത്തിൽ ഈ സ്റ്റുഡൻസ് ആണ് വിശ്വാസവുമായിട്ട് സുവിശേഷവുമായിട്ട് വില്ലേജുകളിലേക്ക് പോയത്. മാത്രമല്ല, മനുഷ്യർക്ക് വിശ്വസനീയമാകും വിധം ദൈവം അടയാളങ്ങൾ കൊണ്ടും അത്ഭുതം കൊണ്ടും വചനം സ്ഥിരീകരിച്ചു. ചെറിയ രോഗസൗഖ്യം കൊണ്ടും ചെറിയ അത്ഭുതങ്ങൾ കൊണ്ടും വചനം പറയുന്നത് ശരിയാണെന്ന് ആളുകൾക്ക് വിശ്വാസമാകത്തക്ക വിധം വചനത്തെ ദൈവം സ്ഥിരീകരിച്ചു. ആ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് ആളുകൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു. 90,000 കാത്തലിക് പോപ്പുലേഷനെ ഒപ്പം തന്നെ ബാക്കിയുള്ള പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങൾ, ബാപ്റ്റിസ്റ്റ് സഭയിൽപ്പെട്ട സമൂഹങ്ങൾ, പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട സമൂഹങ്ങൾ, റിവൈവൽ സഭയിൽപ്പെട്ട സമൂഹങ്ങൾ, ഒത്തിരി ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളർന്നു വരുന്ന ഒരു സമൂഹമാണ്. ഒത്തിരി വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഒപ്പം വി ഫീൽ ലൗഡ് വെൻ വി ആർ ദെയർ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ്. വളരെ നാച്ചുറലാണ് അവരുടെ എക്സ്പ്രഷനും അവർ സംസാരിക്കാനൊക്കെ ഉള്ളതൊക്കെ വളരെ നാച്ചുറലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയാണ് അരുണാചലിലെ കമ്മ്യൂണിറ്റി. ഇവിടെ നമുക്കൊരു ഫോട്ടോ ഉണ്ട്. ഒരു താടി വെച്ച ഒരാൾ, അദ്ദേഹം വോക്കിംഗ് സെയിൻറ്റ് ഓഫ് അരുണാചൽ, അപ്പോസ്റ്റൽ ഓഫ് അരുണാചൽ എന്നറിയപ്പെടുന്ന പ്രേംബായി എന്ന് പറയുന്ന ഒരു മിഷണറിയാണ്. അദ്ദേഹം ഒരു ടയർ കൊണ്ടുണ്ടാക്കിയ ഒരു ചെരുപ്പ് ധരിച്ച്
14 കൊല്ലം പൂർണ്ണമായിട്ട് അരുണാചൽ മുഴുവൻ ചുറ്റി നടന്ന് ഓരോ വില്ലേജ് കോർണർ ടു കോർണർ, പേഴ്സൺ ടു പേഴ്സൺ, ഫാമിലി ടു ഫാമിലി പോയി എല്ലാവരെയും ഈശോയെക്കുറിച്ച് നേരിട്ട് സംസാരിച്ച ഒരു മിഷണറിയാണ് പ്രേംഭായി. ഒപ്പം ഫാദർ CC ജോസ്, ഒപ്പം ലേ മിഷണറിമാർ. ഏറ്റവും ആദ്യം അരുണാചലിൽ ഒരാളെ മാമോദിസ കൊടുക്കുക ഫാദർ കൊളന്തൈ സ്വാമി എന്ന് പറയുന്ന ഒരു സലേഷൻ അച്ഛനാണ്. അദ്ദേഹം ആസാമിൽ വന്ന ഹാർമുട്ടിയിൽ വന്ന ഒരു പയ്യനോട് നീ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് അവന് മാമോദിസ കൊടുത്തു. കാരണം അരുണാചലിലെ ആളുകൾ അതുവരെ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരാണ്. അവർ ധോണി പോളോസ് എന്ന് അറിയപ്പെടുക. ധോണി എന്ന് പറഞ്ഞാൽ സൂര്യൻ, പോളോ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ഒരാളുണ്ടെങ്കിൽ അയാളാണ് ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പയ്യൻ മാമോദിസ സ്വീകരിക്കുകയും തിരിച്ചവൻ്റെ വില്ലേജിലേക്ക് പോയി തൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും അവരും വന്ന് വിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ അരുണാചലിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ അങ്ങനെ മുട്ടിടുകയായിരുന്നു. ഇതാണ് അരുണാചലിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ചരിത്രം. ഇവിടെ നമ്മൾ അരുണാചലിൻ്റെ കുറച്ച് അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതവർ ചേട്ടന്മാരൊക്കെ എൽഡേഴ്സൊക്കെ ഉപയോഗിക്കുന്ന തലയിൽ ധരിക്കുന്ന ബോപ്പിയ എന്ന് പറഞ്ഞ അവരുടെ തൊപ്പിയാണ്. ഇത് ചൂരൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക. ഇതൊരു കിളിയുടെ ചുണ്ടാണ്. പണ്ട് ഒറിജിനലായിട്ട് കിളിയുടെ ചുണ്ടാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അനുവദനീയമല്ലാത്തതുകൊണ്ട് തടി കൊണ്ട്. ഒപ്പം അവർ വേട്ടയാടിയ കിളികളുടെ തൂവലുകൾ, കാലുകളൊക്കെ അതിൻ്റെ പുറകിൽ അവരുടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അവർ വെക്കാറുണ്ട്. ഒപ്പം ഇത് ഇഗിൻ എന്നാണ് ഇതിൻ്റെ പേര്, കൊട്ട. ഇത് സാധനങ്ങളൊക്കെ ചുമക്കാനായിട്ട്, ഇത് ചെറുതാണ്, ഇതിൻ്റെ വലിയ വിറകൊക്കെ എടുക്കുന്ന വലിയ ഇഗിനുണ്ട്. ചേച്ചിമാരത് നെറ്റിയിൽ ഇങ്ങനെ തൂക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഇഗിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് നറ എന്നാണ്. നറ എന്ന് പറയുന്നത് ഇവർ പുറത്ത് തൂക്കുന്ന ബാഗാണ്. ഹണ്ടിങ്ങിന് പോകുമ്പോൾ, ഫിഷിങ്ങിന് പോകുമ്പോൾ ഹണ്ട് ചെയ്ത മൃഗങ്ങളുടെ ഇറച്ചി അല്ലെങ്കിൽ ഫിഷ് ചെയ്ത ഫിഷിനെയൊക്കെ സൂക്ഷിക്കാനുള്ളൊരു ബാഗാണ്. ഇത് അവരുടെ വാള്, അവർ ചേട്ടന്മാർ ധരിക്കുന്ന വാളാണ്. ഉറിയു എന്ന് പറയും. ഉറിയു എന്നാണ് ഈ വാളിൻ്റെ പേര്. പണ്ടവർ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മരം വെട്ടാനായിട്ട്, പണ്ട് ട്രൈബൽ വാറുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ച ഉറിയു എന്ന് പറഞ്ഞ വാളാണിത്. ഇത് അവരുടെ ലോക്കൽ ഓർണമെൻറ്റ്സ് ആണ്. ഇത് തസങ് എന്ന് പറയും. ഇത് ചേട്ടന്മാർ ധരിക്കുന്ന തസങ്. ഇത് സ്ത്രീകളുടെ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ്. ഇത് മൂന്നും സ്ത്രീകൾ ധരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ്. ഇത് സ്ത്രീകൾ ഇങ്ങനെ തലയിൽ ധരിക്കുന്ന ഇതാണ്. ഇതിൻ്റെ പേര് ദുംബിൻ എന്നാണ്. ഇത് ദുംബിൻ, സ്ത്രീകൾ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ തലയിൽ ധരിക്കുന്ന ദുംബിൻ. പിന്നെ ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷങ്ങളാണ്. പല ട്രൈബുകളുടെ അവരണിയുന്ന ജാക്കറ്റുകൾ അങ്ങനെയുള്ളതാണ്. ഇത് പല ട്രൈബ്സിൻ്റെ ഷോളുകൾ, ഇവിടെ കാണിക്കുന്ന പല ട്രൈബ്സിൻ്റെ ഷോളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്. ഇവരിപ്പോൾ ഒരു പാട്ട് പാടും എല്ലാവർക്കും വേണ്ടി. നമോ പാദൻ ജീസു, നമോ ഹാദൻ ജീസു, പാദൻ ജീസു, പാദൻ ജീസു, നമോ പാദൻ ജീസു, നമോ ഹുംദൻ ജീസു, നമോ ഹുംദൻ ജീസു, ഹുംദൻ ജീസു, ഹുംദൻ ജീസു, നമോ ഹുംദൻ ജീസു, നമോ മജ് ജീസു, നമോ മജ് ജീസു, മജ് ജീസു, മജ് ജീസു, നമോ മജ് ജീസു. പായാലിഞ്ചോ, പായാലിഞ്ചോ ജീസു, പായാലിഞ്ചോ ജീസു, പായാലിഞ്ചോ, പായാലിഞ്ചോ, പായാലിഞ്ചോ ജീസു, പായാലിഞ്ചോ, പായാലിഞ്ചോ.